BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ലാഭം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന കോർപ്പറേറ്റ് ലോകത്ത് സ്വന്തം തൊഴിലാളികളുടെ സ്വപ്നങ്ങൾക്ക് ആകാശം തൊടാൻ അവസരമൊരുക്കി ഒരു മലയാളി വ്യവസായി കയ്യടി നേടുകയാണ്. മൂന്നാറിന്റെ ഹരിതഭംഗി ആകാശത്ത് നിന്ന് ആസ്വദിക്കുക എന്നത് പലർക്കും ഒരു സ്വപ്നം മാത്രമാണ്. എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി സഹകരണ മേഖലയിൽ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപക ചെയർമാനായ ആർ പ്രേംകുമാർ. BLM സൊസൈറ്റിയിലെ 300ഓളം വരുന്ന തന്റെ സാധാരണക്കാരായ തൊഴിലാളികൾക്കാണ് ആർ പ്രേംകുമാർ മൂന്നാറിന്റെ ആകാശപ്പരപ്പിലൂടെ ഹെലികോപ്റ്റർ യാത്ര ഒരുക്കിയത്. പണമുള്ളവന്റെയും പ്രതാപശാലികളുടെയും മാത്രം ആഡംബരമായിരുന്ന ഹെലികോപ്റ്റർ യാത്രയിലേക്ക് സാധാരണക്കാരായ തൊഴിലാളികൾ ചിറകുവിരിച്ച് പറന്നുയർന്നപ്പോൾ സാധാരണ ജീവിതത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വപ്നം കാണാൻ പോലും മടിച്ചിരുന്നവർക്ക് ആകാശത്തോളം ഉയരത്തിൽ പറക്കാമെന്ന ആത്മവിശ്വാസവും കൂടിയാണ് ഈ യാത്ര പകർന്നു നൽകിയത്. മൂന്നാറിന്റെ പച്ചപ്പും തേയിലത്തോട്ടങ്ങളും ആകാശത്ത് നിന്ന് വീക്ഷിച്ച തൊഴിലാളികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറിയതായി പ്രവർത്തകർ പറഞ്ഞു. ആർ പ്രേംകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ യാത്ര കിട്ടി. ലൈഫിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. അത്രയും ഞങ്ങളത് എൻ്റർടൈൻ ചെയ്തു. BLM മെമ്പർ ആയതിനു ശേഷമാണ് നമുക്ക് ലൈഫിലേക്ക് എല്ലാ സന്തോഷങ്ങളും കടന്നു വന്നത്. മൂന്നാർ മൊത്തം കണ്ടു, സൂപ്പറാണ്. കോർപ്പറേറ്റ് ലോകത്തെ വമ്പൻ കമ്പനികൾ പോലും മടിക്കുന്ന ഇത്തരമൊരു വർക്കർ വെൽഫെയർ പദ്ധതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമാവാം അരങ്ങേറുന്നത്. ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾക്ക് ഹെലികോപ്റ്റർ യാത്ര എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. അവരുടെ മുഖത്തെ ഓരോ പുഞ്ചിരിയുമാണ് തന്റെ ബിസിനസ് വിജയത്തിന്റെ യഥാർത്ഥ അളവുകോലെന്ന് ഈ ചെന്നൈ മലയാളി വ്യവസായി ഉറച്ചു വിശ്വസിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ സഹകരണ മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റേതായ മുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 2006 പ്രവർത്തനം ആരംഭിച്ച BLM കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വിശ്വാസ്യതയുടെയും സേവനത്തിന്റെയും പര്യായമാണ്. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സൊസൈറ്റി ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് തൊഴിലും സുരക്ഷിതവുമായ വരുമാനവും ഉറപ്പാക്കുന്നുണ്ട്. ജാതിമത ചിന്തകൾക്കോ രാഷ്ട്രീയ വേർതിരിവുകൾക്കോ ഇടം നൽകാതെ അർഹരായവർക്ക് തൊഴിൽ നൽകുക എന്ന മാനവിക കാഴ്ചപ്പാടാണ് സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. വീട് എന്ന സാധാരണക്കാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം തന്നെ തന്റെ കൂടെ നിൽക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും പ്രേംകുമാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. വ്യവസായം എന്നത് കേവലം ലാഭം കൊയ്യാനുള്ള മാർഗമല്ല, മറിച്ച് കൂടെയുള്ളവരെയും വളർച്ചയുടെ ഭാഗമാക്കുന്ന ഒരു വലിയ ദൗത്യമാണെന്ന് ആർ പ്രേംകുമാർ വിശ്വസിക്കുന്നു. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ്. നമ്മൾ വളരുമ്പോൾ കൂടെയുള്ളവരെയും കൈപ്പിടിച്ചുയർത്തുക എന്ന മഹത്തായ സന്ദേശമാണ് ഈ പ്രസ്ഥാനം സമൂഹത്തിന് നൽകുന്നത്. തൊഴിലാളികളുടെ മുഖത്തെ സന്തോഷവും അത്ഭുതവും തന്നെയാണ് തന്റെ ഏറ്റവും വലിയ പ്രതിഫലമെന്നും സഹകരണ സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പ്രവർത്തനമെന്നും ആർ പ്രേംകുമാർ പറഞ്ഞു. ലോകത്ത് വെച്ച് ഏറ്റവും സഹകരണ മേഖലയിൽ ഇന്നവരെയും ഇനിയും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്നലത്തെ നമ്മൾ ഹെലികോപ്റ്റർ എടുക്കുന്നത്. ആർക്കും പറ്റില്ല, ഒരു സഹകരണ മേഖലയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. BLMന്റെ ഒരു കാര്യം ഹിസ്റ്ററിയാണ്, അതിൽ ഒരു സംശയമില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ BLMൽ സ്ത്രീകളാണ് കൂടുതൽ, അമ്മമാരാണ് കൂടുതൽ, പെങ്ങന്മാരാണ് കൂടുതൽ. ഇവരൊക്കെയാണ് ഇതിൻ്റെ സ്ത്രീശക്തിയാണ് BLM എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് സുഹൃത്തുക്കൾ. അപ്പോൾ വെറും വീട്ടമ്മയായിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് അടുപ്പൂതിക്കൊണ്ടിരുന്ന ജീവിതം കളഞ്ഞിട്ട് ഇന്ന് അന്തസ്സായിട്ട് അവർക്ക് ചെലവിന് വേണ്ടിയ കാര്യം വരെ നോക്കുന്ന സ്ത്രീകളാണ് BLM എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം. സഹകരണ മേഖലയ്ക്ക് പ്രചോദനമാകുന്ന ഒരു മാതൃകയാണ് ഈ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നത്. ഈ വേറിട്ട സ്നേഹയാത്ര സഹകരണ മേഖലയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.